സൂക്ഷിച്ച്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. അതെന്തൊരു ഏർപ്പാടാടോ. എനിക്കൊരു ഉപകാരം ചെയ്ത് താൻ ഇത്രയും ദൂരം വന്നിട്ട് ഒന്ന് വീട്ടിൽ കയറതെങ്ങനെ? എൻ്റെ മോളിപ്പോൾ വരും. അവൾ വന്നാൽ അസലൊരു ചായ കിട്ടും, അത് കുടിച്ചിട്ട് പോകാം. ഇരിക്കേ. ഇത്രയും വിദ്യാസമ്പന്നനായ തന്നെ പോലൊരാള് കൃഷികാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ സംഭവമല്ല. നമ്മുടെ നാട്ടിൽ മദ്യം കിട്ടാതായ ആൾക്കാർ കൂട്ടത്തോടെ വാറ്റാനിറങ്ങും. പക്ഷെ ഒരു ദിവസം അരി കിട്ടാതായ ഏതെങ്കിലും ഒരാള് കൃഷിയിടത്തിലേക്ക് ഇറങ്ങും? ഇല്ല. അപ്പൊ ആരെങ്കിലുമൊക്കെ വേണ്ടേ ഇതിനൊക്കെ? ഞാൻ ആ കൂട്ടത്തിലാവാന്ന് കരുതി. താനിരിക്കെ, ഞാൻ ഈ ഷർട്ടൊന്ന് മാറ്റിച്ചിട്ട് വരാം. ആ പിന്നെ മോള് വന്ന് ചോദിച്ചാ നമ്മൾ വഴിയിൽ വെച്ച് പരിചയപ്പെട്ടു, ഇങ്ങോട്ട് പോന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അസുഖം വന്നിട്ട് താൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാന്ന് പറഞ്ഞാ പിന്നെ അവൾ എനിക്ക് സ്വൈര്യം തരില്ല, കേട്ടല്ലോ? ഹലോ, എന്താടാ? നീ എവിടെയാ? ഞാൻ നിന്റെ അടുത്തേക്ക് വരുമായിരുന്നു. പെട്ടെന്ന് വേറൊരു സ്ഥലത്തേക്ക് കയറേണ്ടി വന്നു. അത് കൊള്ളാം. ഒരു മധ്യസ്ഥത വെച്ചിട്ട് സംസാരിക്കേണ്ട ആള് മാറി നിന്നാലോ? എടാ, ഇവിടെ എല്ലാരും വന്നിട്ടുണ്ട്, നീ പെട്ടെന്ന് വാ. എന്നാ ശരി, ഞാൻ പെട്ടെന്ന് ഇറങ്ങാം. അതെ, എനിക്കൊരു അത്യാവശ്യ കാര്യത്തിന് പോകേണ്ടതുണ്ട്. അവിടുന്ന് ഇപ്പം വിളിച്ചിരുന്നു. എനിക്ക് ഇറങ്ങിയേ പറ്റൂ. അയ്യോ, അത് കഷ്ടമല്ലോ കുട്ടി. അതിനെന്താ, നമുക്ക് ഇനിയും കാണാമല്ലോ. എനിക്കിങ്ങോട്ട് ഇനിയും വരാമല്ലോ. ഇപ്പൊ എന്തായാലും ചെന്നേ പറ്റൂ. ഒരു നാട്ടു മധ്യസ്ഥതയാ. ഞാനാ നടുവില്. പിന്നെങ്ങനെയാ പോവാതിരിക്കുന്നത്? അപ്പൊ മൊത്തത്തിൽ നാടിനൊരു പരിപാലനം ഉണ്ട് തന്റെ ഭാഗത്തുനിന്ന്, അല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ശരിയെന്നാ. ഇതൊക്കെ ഭാര്യയുടെ ഏർപ്പാടാണോ? ഏയ്, അവള് മരിച്ചിട്ട് കാലം കുറയായി. ഇതെന്റെ മോള് ചെയ്യുന്നതാ. അവൾക്ക് ഇതൊക്കെ വലിയ ഇഷ്ടാ. അതിലെന്തെങ്കിലും ഒരു പൂ വിരിയുമ്പോ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അതിന്റെ അടുത്ത് ചെന്നിരുന്നത് ആലോചിക്കും. നല്ല മനസ്സുള്ളവർക്ക് അങ്ങനെയൊക്കെ പറ്റൂ. എന്തായാലും കൊള്ളാം, ഭംഗിയുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഒരു കാര്യത്തിന് എന്നെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുക അവള്. അവൾക്കൊരു പനിനീർ ചെമ്പകം വേണം. ഞാനാണെങ്കിൽ ചോദിക്കാവുന്ന സ്ഥലത്തൊക്കെ ചോദിച്ചു. എവിടെയാ ഉള്ളു, എവിടെയാ കിട്ടുക, ഒരു ധാരണയില്ല. പനിനീർ ചെമ്പകമല്ലേ? ഒരു തൈ ഞാൻ കൊണ്ടുവന്നരാം. ഏയ്, താൻ വന്ന് ബുദ്ധിമുട്ടൊന്നും വേണ്ട. എവിടെയാ കിട്ടുകയെന്ന് വെച്ചാ സ്ഥലം പറഞ്ഞാൽ മതി, ഞാൻ വന്ന് വാങ്ങിച്ചോളാം. എനിക്ക് ഇങ്ങോട്ട് ഒരു തവണ കൂടി വരുന്നോണ്ട് എന്താ ബുദ്ധിമുട്ട്? മാത്രമല്ല, ഇന്നത്തെ കട എനിക്ക് അന്ന് തീർക്കാമല്ലോ. ചെമ്പകം ഞാൻ കൊണ്ടുവരാം. സന്തോഷായി. ചെമ്പകം കൊണ്ടുവരുന്ന മാത്രമല്ല, താൻ ഒരു വട്ടം കൂടി വരുമല്ലോ. നല്ല മനുഷ്യരോട് കുറച്ചു നേരം സംസാരിക്കുന്നതും ഇടപെടുന്നതും ശരീരത്തിനും മനസ്സിനും നല്ലതാ. എങ്കിലും ശരീരം നോക്കണം. എന്നാ ഞാനങ്ങോട്ട്. നല്ല പയ്യൻ. ഇക്കാലത്ത് ഇങ്ങനെയുള്ള ഒരു അപൂർവ.
ഹലോ. ഞാൻ സുജാതയാണ്. ആ മനസ്സിലായി. എന്താണോ? മോളെവിടെ? അവളൊരു ജാക്കറ്റ് തുന്നാൻ കൊടുത്ത് വാങ്ങിക്കാൻ പുറത്തു പോയിരിക്കുക. നാളെ ഞങ്ങൾ അങ്ങോട്ടൊന്ന് വരുന്നുണ്ട്. അത് പറയാനാ വിളിച്ചത്. അല്ല, പ്രത്യേകിച്ച് എന്തെങ്കിലും? അയ്യോ, പേടിക്കൊന്നും വേണ്ട. ഞങ്ങൾക്ക് വിവാഹത്തിന് മുൻപ് കുടുംബപരമായ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. പൂർവികരായിട്ട് ചെയ്തു പോരുന്നതാ. അതിനുവേണ്ടി വരുന്നതാ. അല്ല, ചടങ്ങെന്നൊക്കെ പറയുമ്പോ അതിനവിടെ പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നും വേണ്ട. നമ്മൾ ബന്ധുക്കൾ തമ്മിലൊന്ന് കാണുന്നു, പോരുന്നു, അത്രേ ഉള്ളൂ. അതേ, ഈ പരിചയമില്ലാത്ത കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ ഒരു വെപ്രാളാ. എന്റെ അവസ്ഥയിൽ നിന്നുകൊണ്ടാ ഞാൻ പറയുന്നത്. അതിനെന്താ, അതൊക്കെ നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. ഞാനും രഘുവേട്ടനും കൂടി മോളെ കാണാനൊന്ന് വരുന്നു, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ അവിടെ വന്നിട്ട് പറഞ്ഞോളാം. ഓ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. മോള് വരുമ്പോ പറയണം, അവളെ കാണാനുള്ള കൊതിയുണ്ടാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതെന്ന്. എന്നാ വെക്കട്ടെ. ആ ശരി. ഹലോ. ഹലോ, മമതയാടോ? ആ, എവിടെയാ നീ? ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി വന്നതാ. ഈ വഴിക്ക് ഇങ്ങനെ ഇറങ്ങുന്നുണ്ടോ നീ? ഇറങ്ങണം. ഇനിയിപ്പോ നിന്റെ കല്യാണത്തിന് വരാലോ. അതെങ്ങനെ നീ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിയും മോളെ. നിന്നെ കെട്ടാൻ പോകുന്നത് ജീവനല്ലേ? അറിയോ നീ? എടി, പുള്ളിക്കാരൻ കുറച്ചു മുമ്പേ കോളേജിൽ വന്നിരുന്നു. ഞാൻ നിന്റെ കൂട്ടുകാരിയാണെന്ന് അറിഞ്ഞിട്ട് തന്നെ വന്നത്. എന്നിട്ട് ഉള്ള കാര്യം പറയാലോ, പുള്ളിക്കാരന്റെ ചോദ്യങ്ങളൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അയാൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുള്ളത് പോലെയൊക്കെയാ എനിക്ക് തോന്നിയത്. അങ്ങനെയൊന്നുമില്ല. ആ, ഞാൻ എനിക്ക് തോന്നിയത് പറഞ്ഞേ ഉള്ളൂ. നിന്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ കുറെയൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ. എനിക്കെന്തോ ഇങ്ങനെ ഒരാളല്ല നിനക്ക് വേണ്ടതെന്ന് ഒരു തോന്നൽ. ഒന്നുകൂടി നല്ല ഭാഷ പറഞ്ഞാൽ, നീ ആഗ്രഹിക്കുന്ന പോലെ ലൈഫിനെ പൊലൈറ്റായി കാണുന്ന ഒരാൾ, അങ്ങനെ ഒരാളാ നിനക്ക് സ്യൂട്ടാകുക. ആ, ഞാൻ പിന്നെ വിളിക്കാൻ തന്നെ. ഇടി, ഞാൻ നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞേ ഉള്ളൂ. കുഴപ്പമില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല, ഞാൻ വിളിക്കാം. ഓക്കെ. ദാ വരുന്നു എന്നും പറഞ്ഞു പോയിട്ട് എവിടെയായിരുന്നു നീ? ചെന്നപ്പോ ടൈലറിംഗ് ഷോപ്പ് തുറന്നിട്ടില്ല. അയാളെ വിളിച്ചപ്പോഴാണെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ എത്താന്നും പറഞ്ഞു. കാത്തു നിന്നത് വെറുതെ. ഇത്രയും നേരമായിട്ടും അയാളെ കണ്ടില്ല. ഞാനിങ്ങ് പോന്നു. അച്ഛനെന്താ ഇരുന്ന് കണക്കൂട്ടുന്നേ? ഏയ്, ഒന്നുമില്ല. എന്താ കാര്യമെന്ന് പറ. സുജാത കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. അവര് നാളെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിനെന്താ? അല്ല മോളെ, കല്യാണത്തിന്റെ സകല ചെലവും സുജാതയുടെ കുടുംബം വഹിച്ചോളാന്ന് പറഞ്ഞു. അവരത് ചെയ്യും, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ അതിനൊരു പോരായ്മയുണ്ടല്ലോ. നിന്റെ കല്യാണം ഭംഗിയായിട്ട് നടത്തുക എന്നുള്ളത് അച്ഛൻ്റെ ഒരു ആഗ്രഹ. അതിനുവേണ്ടി ഒരാളെ ആശ്രയിക്കാൻ പാടില്ല എന്നുള്ളത് അതിനും കൂടി ആഗ്രഹ. പക്ഷേ എന്നിട്ടിപ്പം എന്താ സംഭവിച്ചത്? ശൂന്യമായ കൈകളുമായിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക. അതെന്തായാലും ശരിയാവില്ല. വേറൊന്നല്ല, 2-3 പേരോട് കുറച്ച് പണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവരൊരു ഉറപ്പ് പറയണമല്ലോ, എന്നാലേ ധൈര്യം കിട്ടൂ. അച്ഛൻ എന്തിനാ ഈ ശ്രമിക്കുന്നേ? നാട് മുഴുവൻ നടന്ന് കടം വാങ്ങിച്ചിട്ട് എന്റെ കല്യാണം നടത്തണോ? അങ്ങനെയുള്ള ഒരു ആഡംബരവും എന്റെ വിവാഹത്തിന് വേണ്ട. അതങ്ങനെയല്ലല്ലോ മോളെ. അതങ്ങനെയാണ്. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് പെൺകുട്ടികളെ കല്യാണം നടത്താൻ വേണ്ടി അച്ഛനമ്മമാരെ പെടാപ്പാട് പെട്ട് ഓടി നടക്കുന്നത്.
അവസാനം അവൾക്കൊരു നല്ല ജീവിതം കിട്ടുമ്പോഴേക്കും അച്ഛനമ്മമാര് വീണു പോയിട്ടുണ്ടാവും. എന്റെ അച്ഛൻ അങ്ങനെ ആവണ്ട. വലിയ വലിയ കാര്യങ്ങളൊന്നും കാണിച്ച് ഒരിക്കലും അച്ഛനെന്നെ കൊതിപ്പിച്ചിട്ടില്ല. ഒരുപാട് വലിയ ആഗ്രഹങ്ങള് ഞാൻ പറഞ്ഞിട്ടുമില്ല. ഇക്കാര്യത്തിലും അങ്ങനെ തന്നെ മതി. അമ്മേ, അമ്മേ, നീ എന്താ ഇങ്ങനെ വിളിച്ചു പോകുന്നേ? അമ്മ വരട്ടെ അച്ഛാ. എനിക്ക് നിങ്ങളെ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച കാണിക്കാനുണ്ട്. ഞെട്ടിക്കുന്ന കാഴ്ച? ആ അതെ അച്ഛാ, ഇത് കണ്ട എല്ലാവരും ഞെട്ടും. ചില നക്ഷത്രങ്ങൾ താഴെ വീണ് ഉടയും. അമ്മേ, അമ്മേ, ഏട്ടാ, കാര്യം എന്താന്ന് പറ. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇതിന്റെ പുറകെയായിരുന്നു. ഇന്നാണ് എനിക്ക് തെളിവ് കിട്ടിയത്. ആ തെളിവേ ഈ ഫോണിലുണ്ട്. നീ എന്താണ് പറയുന്നതെന്ന് ഞങ്ങൾക്ക് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. നീ ഒന്ന് തെളിച്ച് പറ. അച്ഛാ, മനസ്സിൽ മറ്റൊന്ന് വെച്ച് മുഖംമൂടി ഇട്ടുകൊണ്ട് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന പലരും ഉണ്ട്. അവര് പാവങ്ങളായിട്ട് അഭിനയിക്കും. എല്ലാവരുടെയും പ്രിയപ്പെട്ടവരായിട്ടേ നിമിഷ നേരം കൊണ്ട് മാറും. പക്ഷെ അവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. പക്ഷെ ഞാൻ കണ്ടെത്തി. അമ്മേ, അമ്മേ, ദാ വരുന്നു. ആ ഇവിടെ കമോൺ. അമ്മേ, 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 അമ്മേ. എന്താ ഏ? എന്തിനാ നീ വിളിച്ചു പോകുന്നേ? ഇവൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. ആരുടെയൊക്കെയോ മുഖംമൂടി വലിച്ചു കീറുമെന്നോ നക്ഷത്രങ്ങളെല്ലാം കൂടി താഴേക്ക് വീണ് ഉടയുമെന്നോ ഞങ്ങൾക്ക് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അമ്മേ, അമ്മ എപ്പോഴും പറയാറില്ലേ, അമ്മയുടെ മുമ്പിൽ നിന്ന് ദൈവം സത്യം മറച്ചു പിടിക്കില്ലെന്ന്. പക്ഷേ ആ ദൈവം സത്യം മറച്ചു പിടിച്ചു. അതിന്റെ തെളിവാണ് അമ്മ ഇതിൻ്റെ അകത്തുള്ളത്. അമ്മയ്ക്ക് കാണണ്ടേ? കണ്ണ് നിറച്ച് കാണണ്ടേ? ഇതാ കാണു. ഹായ്. അയ്യോ, സോറി സോറി ജീവൻ. എന്തെങ്കിലും പറ്റിയോ? നശിപ്പിച്ചു. സോറി ജീവൻ, ഞാൻ പെട്ടെന്ന് കണ്ടില്ല. ഇങ്ങനെയാണോ ഒരു വീട്ടിലേക്ക് വന്ന് കയറുന്നത്? നിന്റെ വീടിനെന്താ തീ പിടിച്ചോ? പോട്ടടാ, ഒരു അബദ്ധം പറ്റിയതല്ലേ? അബദ്ധമല്ല. ഇതിനൊക്കെ പറയേണ്ടതേ അഹങ്കാരം എന്നാ. ജീവൻ, ഐ എം റിയലി സോറി. തനിക്ക് എന്താ വേണ്ടത്? ഫോൺ നന്നാക്കി തന്നാ മതിയോ? അല്ലെങ്കിൽ വേണ്ട, ഇതുപോലെ ഒരെണ്ണം ഞാൻ മേടിച്ചു തന്നാ മതിയോ? നിന്റെ സൗകര്യമൊന്നും എനിക്ക് വേണ്ട. എന്താടാ ഇത്? മോളെ സാറാ, ഇവൻ എന്തോ ഒരു വീഡിയോ ഞങ്ങളെ കാണിക്കാൻ വേണ്ടി ഫോൺ എടുത്തതാ. അത് കാണിക്കാൻ പറ്റാത്തതിന്റെ വിഷമോ? അല്ലാതെ ഫോൺ കേടായതിനൊന്നുമല്ല. പുതിയത് വാങ്ങിക്കൊന്നും വേണ്ട. അല്ലാൻറ്റി, അത് വിട്ടുകള മോളെ. മോൾ എന്തിനാ വന്നേ? അല്ലാൻറ്റി, ആന്റിയുടെ കയ്യില് പച്ച നിറത്തിലുള്ള പട്ടുസാരി ഉണ്ടോ? എനിക്കൊരു ഫോട്ടോഷൂട്ടിനാ. കോസ്റ്റ്യൂമർ അത് എടുക്കാൻ മറന്നുപോയി. അതിനെന്താ, മോള് വാ. അലമാരിയിൽ ഇഷ്ടം പോലെ ഉണ്ട്. നിനക്ക് ഇഷ്ടമുള്ളത് നോക്കിയെടുത്തോ. മോനെ, വീഡിയോ നീ പിന്നെ കാണിച്ചു തന്നാ മതി. എന്തായിരുന്നു കാര്യം? അത് പറയാമല്ലോ. അമ്മ ഒന്ന് പോകുന്നുണ്ടോ? ഒരു കാര്യം മുടങ്ങിപ്പോയാല് മോന്റെ രീതികൾ ഇങ്ങനെയാണ്. അച്ഛനൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്.
ജീവിതത്തില് ഇത്തിരി ക്ഷമയൊക്കെ വേണമെന്ന്. മോള് വാ. ഉം. മോനെ ജീവ, ഈ ക്ഷമയെന്ന് പറയുന്നത് നമ്മുടെ ഒന്ന് ജീവിതത്തിൽ പോവാച്ചാ. എന്നാലും എന്തുമായിരിക്കും ഏട്ടൻ കാണിക്കാൻ വന്നേ? പുറത്തെവിടെയെങ്കിലും വെച്ചെടുത്ത വല്ല വീഡിയോ ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ചിലതിങ്ങനെ കൊണ്ടുവന്ന് കാണിക്കും എന്നെ അമ്മേ. ആർക്കറിയാം. അയ്യാ, നാശം പിടിച്ചവൾക്ക് കയറി വരാൻ കണ്ട ഒരു സമയം. അയ്യാ, അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഏതത്? ആ, കടച്ചാച്ച് അവനവൻ കുളിച്ച കുളിയില് അവനവൻ താൻ വെളുവേ. അയ്യാ, താനേ വിളിച്ചിരിക്ക. എന്റെ അമ്മേ, ചെകിടടച്ചിട്ട് പോയി. എന്തൊരു ബഹളം ഇവിടെ. നീ എങ്ങനെയാ ഇത്രയും ബഹളത്തിനിടയ്ക്ക് മുനിയെപ്പോലെ ഇരുന്നത്? അതാണ് മധ്യസ്ഥന്റെ ചുമതല. ഉം, ആദ്യം ഇരു കക്ഷികൾക്കും പറയാനുള്ളത് മുഴുവൻ പറയാൻ അനുവദിക്കണം. ഉം. എന്നിട്ട് അവര് ക്ഷീണിക്കുമ്പോഴേ മധ്യസ്ഥൻ സംസാരിച്ചു തുടങ്ങാവൂ. ഓ, എന്തായാലും പ്രശ്നം ഞാൻ പരിഹരിച്ചല്ലോ. ആ, അത് പരിഹരിച്ചു. പക്ഷേ ഞാനിനി ഏർപ്പാടിനില്ലേ. ഇതൊക്കെ നിന്നെ കൊണ്ടേ പറ്റൂ. അല്ല, നീ ശരിക്കും എവിടെയായിരുന്നു? വന്നപ്പോ പിന്നെ ചോദിക്കാൻ പറ്റിയില്ല. ഞാനൊരു പെൺകുട്ടിയെ കാത്തിരിക്കായിരുന്നു. എവിടെ? അവളുടെ വീട്ടില്. എടാ മിടുക്കാ, നീ ആളെ വീടും കണ്ടുപിടിച്ചോ? എന്താടാ പേര്? എവിടെ വീട്? പറ. എടാ, നീ ചോദിക്കുന്നതിന്റെ ആവേശമൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ ആ കാത്തിരിപ്പല്ല. ശ്ശേ, അതെ, വഴിയിൽ സുഖമില്ലാത്തൊരാളെ കണ്ടു. അദ്ദേഹത്തെ കൊണ്ടുപോയി ഞാൻ വീട്ടിലാക്കി. മകള് വന്നിട്ട് ഒരു ചായ കുടിച്ചിട്ട് പോവാന്ന് അദ്ദേഹത്തിന് നിർബന്ധം. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ്. അപ്പൊ അതിനിടയിലല്ലേ നിന്റെ വിളി. ഞാൻ വല്ലാതെ പ്രതീക്ഷിച്ചു. കറങ്ങി കറങ്ങി ഒടുവിൽ നീ നിന്റെ ആ പെങ്കൊച്ചിന്റെ അടുത്ത് എത്തിയോന്ന്. അതിനിയും ആയിട്ടില്ല. പക്ഷേ എന്തോ മനസ്സിലൊരു തോന്നലുണ്ട്, അതിനി ഒരുപാട് വൈകില്ലാന്ന്. ആ കുട്ടിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിന്നെ കാണും. കാരണം എന്താ? നിന്നെ പോലുള്ള ഐറ്റംസ് ഈ ഭൂമിയിൽ വളരെ കുറവേ ഉള്ളൂ. എന്ന് പറഞ്ഞാല് അടിമുടി പ്യൂർ ആയിട്ടുള്ള ഐറ്റംസ്. ഒന്ന് പോടാ. പിന്നെ നിന്റെ ഈ കക്ഷിയെ കണ്ടെത്തി കഴിഞ്ഞിട്ട് എനിക്ക് നിന്നോട് വളരെ ഗൗരവമുള്ളൊരു കാര്യം പറയാനുണ്ട്. അതെന്താടാ? അതൊക്കെയുണ്ട്. അതറിയുമ്പോ നീ തന്നെ മുന്നിൽ നിന്ന് നടത്തി തരേണ്ട ഒരു കാര്യം. ഞാൻ മുമ്പിൽ നിന്ന് നടത്തി തരേണ്ട ഒരു കാര്യം? അതെന്താടാ? നിന്റെ പോലെ കവിതയും കലാചാരവും ഉള്ള പ്രണയമൊന്നുമല്ല. എന്റെ മനസ്സിൽ ഒരാളോടൊരു ഇഷ്ടമുണ്ട്. അമ്പടാ, പറയടാ. നീ എന്നെ നിർബന്ധിക്കൊന്നും വേണ്ട. പറയേണ്ട സമയത്ത് ഞാൻ നിന്നോട് പറഞ്ഞോളാം. പക്ഷേ ആദ്യം നിന്റെ കാര്യം നടക്കണം. എന്റെ കാര്യത്തിന് ഇനി ചുറ്റിത്തിരിയാൻ ഒരുപാടുണ്ട്. അതുപോലെയല്ല ഇത്. ആരാ എന്താന്നൊക്കെ നീ ഒന്ന് പറഞ്ഞ് നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിനൊരു തീരുമാനമാക്കി തരാം. നീ എന്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് മനസ്സുറക്കാൻ വേറെ ആരാടാ ഉള്ളത്? പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം. എന്നിട്ട് പറയാം. എനിക്കൊരു പ്രണയം തോന്നിയത് കാറ്റിൽ പറന്നു കിടക്കുന്നു. നിനക്ക് തോന്നിയത് നീ മനസ്സിൽ ഒളിച്ചും വയ്ക്കുന്നു. ഈ പ്രണയം എന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു ഏർപ്പാടാ. ആ, അതെ. വെറുതെ അല്ല, എഴുതിയിട്ടും പ്രണയത്തെക്കുറിച്ചുള്ള വരികൾ തീരാതെ പോകുന്നു. എടാ, നീ ഭക്ഷണം കഴിക്കുന്നില്ലേ? അമ്മയൊന്ന് പോയേ. നിനക്ക് എന്താ ഇത്ര ദേഷ്യം? അമ്മയ്ക്ക് ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാവില്ല. എന്റെ വിഷമം മനസ്സിലാവില്ല. അമ്മ പറയുന്നത് മാത്രമല്ല ഞാൻ ഇത്ര നാൾ കേട്ടിട്ടുള്ളൂ. അമ്മയെ വിശ്വസിച്ചതിന്റെ കൂലി എനിക്ക് കിട്ടി. എന്തായിരുന്നു കല്യാണം മുടക്കുമെന്ന് പറഞ്ഞിട്ടുള്ള നടപ്പ്? എന്നിട്ട് എന്തേലും നടന്നോ? എന്നാ നീ പട്ടിണി കിടക്കും. അവളുടെ കല്യാണം നടക്കുമ്പോഴേക്കേ നീ പട്ടിണി കിടന്ന് ചാവും.
എടാ വേണ്ട. എടാ എന്റെ സന്തോഷത്തിന് വേണ്ടിയാണോ ഞാനിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? നിനക്ക് വേണ്ടിയല്ലേ? അല്ലെങ്കിലും എനിക്കറിയാം, അവസാനം വരുമ്പോ നീയും ഉണ്ടാവില്ല. അമ്മേ, അമ്മ എല്ലാം വിട്ടുകൊടുത്തിട്ട് തോറ്റു തൊപ്പിയിട്ടിരിക്കുകയാണെന്നാണോ നീ കരുതിയിരിക്കുന്നത്? അവളുടെ കല്യാണം തീരുമാനിച്ചിട്ട് അത് അവസാനത്തെ നിമിഷം ശേഷിക്കും വരെ അമ്മ അത് ഇല്ലാതാക്കാൻ നോക്കിക്കൊണ്ടിരിക്കൂടാ. അവള് നിനക്കുള്ളതാടാ. അമ്മ അതിനുള്ളൊരു വഴി കണ്ടുപിടിച്ച് തരാം. നീ വന്ന് എന്തെങ്കിലും കഴിച്ചേ. എന്നാ കഴിക്കാം.